നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്നും ശബരീശ ശൈലത്തെ അക്രമ കേന്ദ്രമാക്കാനുള്ള കുൽസിത നീക്കമുണ്ടായി. സ്ത്രീകൾക്ക് നേരെ വിശ്വാസത്തിൻ്റെ പേരിൽ അക്രമം ഒരു കൂട്ടം അഴിച്ചുവിട്ടു. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാകേണ്ടത് ഇന്നലെ എത്തി ഇന്ന് മടങ്ങിപ്പോയ മനിതി സംഘത്തെയും ഇന്ന് രണ്ട് സ്ത്രീകൾ അവിടെ എത്തിയ അവരെയും ആക്രമിക്കാനായി ആക്രമണം കോപ്പുകൂട്ടിയവരുടെ ആക്രമണത്തിന്റെ സമാന സ്വഭാവങ്ങൾ വിരൽ ചൂണ്ടുന്നത് സംഘ് പരിവാറിന്റെ ആസൂത്രിത ആക്രമണത്തിലേക്ക് തന്നെയാണ്. സ്ത്രീകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. ചീമുട്ടയേർ, ആശുപത്രിയിൽ എത്തിയവരെ പോലും ആക്രമിക്കുക എന്നത് യുദ്ധകാലത്ത് പോലും നിഷിദ്ധമായ ഒന്നാണ്. എല്ലാ സമൂഹങ്ങളും കാത്തു സൂക്ഷിക്കുന്ന അത്തരം നൈതികതകൾക്കെതിരെയും ഉള്ള നൈതികതയ്ക്കെതിരെയുള്ള ഭീഷണി കൂടിയാണ് സംഘ് പരിവാർ ഇന്ന് മുഴക്കിയത്. ഒപ്പം ചീമുട്ടയേർ, ഒപ്പം വിസിലടിച്ച് ആളെ കൂട്ടുക, അതിനുശേഷം ശുദ്ധികലശം നടത്തുക. മനിതി സംഘം മടങ്ങിപ്പോയ നെയ്യാറ്റിൻകരയിലെ റെയിൽവേ സ്റ്റേഷനിൽ RSS ശുദ്ധികലശം നടത്തി. ക്രൂരമായ ഇത്തരം വിശ്വാസ ലംഘനങ്ങൾ, ആചാര ലംഘനങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായത് ഒക്കെയും വിശ്വാസത്തിന്റെ പേരിലാണ് ഇവർ നടത്തിക്കൊണ്ടു പോകാൻ ഉതകുന്നത്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇത്യാദി ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വിശ്വാസം കാക്കുന്നത് അക്രമത്തിലൂടെ. ആശുപത്രിയിൽ അക്രമം ശരിയോ? വീടുകൾക്ക് മുന്നിൽ ഭീഷണി ന്യായമോ? ശബരിമല തീർത്ഥാടകർക്ക് മാത്രമാക്കേണ്ടേ? പൂങ്കാവനത്തിൽ അക്രമ സമരക്കാർക്ക് എന്ത് കാര്യം? തീർച്ചയായും CPIM നേതാവ് ചിത്തരഞ്ജൻ, JDS നേതാവ് ശ്രീ പാലോട് സന്തോഷ്, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, ഒപ്പം ജന്മഭൂമിയിലെ മാധ്യമപ്രവർത്തകനായ P ശ്രീകുമാർ BJP പ്രതിനിധിയായും ചർച്ചയിൽ പങ്കെടുക്കും. ഒരിടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. തീർച്ചയായും ഇന്ന് ശബരിമലയിൽ ഉണ്ടായ ആക്രമത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ വിവിധ മാനങ്ങൾ ഉയരുകയാണ്. BJP പ്രതിനിധിയായുള്ള ശ്രീ P ശ്രീകുമാറിലേക്ക്. ശ്രീ P ശ്രീകുമാർ, വിശ്വാസം കാക്കാനായി ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധമുയർത്തുകയോ നമുക്കിഷ്ടമില്ലാത്തവരെക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നതോ ഒക്കെ ജനാധിപത്യ മാർഗത്തിൽ നാം കാണുന്നതാണ്. പക്ഷേ സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ നിരന്തരമായി അക്രമം നടത്തുക, ചീമുട്ട എറിയുക, ഇത് ആശാസ്യമായ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്. അല്ല, ശബരിമലയിലെ എത്തുന്നവരെ അവിടെ തടയും, അല്ലെങ്കിൽ ശബരിമലയിൽ അവിശ്വാസികൾ യുവതികൾ വന്നാൽ അവിടെ കയറ്റത്തില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശബരിമല കർമ്മസമിതി നടത്തുന്ന സമരമാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ ഈ ആൾക്കാരെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ആരാണ് നിർബന്ധിച്ചു കൊണ്ടുപോയത്? സർക്കാരല്ലേ. എങ്ങനെ? കഴിഞ്ഞ ഇന്നലെ കൊണ്ടുവന്നവരെ സർക്കാർ ചെന്നൈയിൽ നിന്ന് പോയി സ്വീകരിച്ച് ആനയിച്ച് മധുരയിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷനും കൊടുത്ത് കേന്ദ്രമന്ത്രിയെ പോലും നിലയ്ക്കൽ തടഞ്ഞ പോലീസ് ഇവരെ പമ്പ വരെ കൊണ്ടുപോയി. അപ്പൊ ഇവരെ ആനയിച്ച് കൊണ്ടുപോകുന്നവരാണ്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്, താങ്കൾ അങ്ങനെ പറയരുത്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണം എന്ന് ഏതൊരു പൗരൻ അല്ലെങ്കിൽ ഒരു പൗര നൽകിയാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഈ ഘട്ടത്തിൽ പോലീസിന്റെ കടമയാണ്. തമിഴ്നാട് പോലീസ് അവരുടെ അതിർത്തിയിൽ പോലീസ് സംരക്ഷണത്തിലെത്തിയിട്ട് നിങ്ങളുടെ പോലീസ് നോക്കിക്കൊള്ളൂ എന്ന് ഏൽപ്പിച്ചാൽ ഇവിടെ ഭരിക്കുന്നത് BJP ആണെങ്കിൽ പോലും അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടുപോകുന്നത് മാധ്യമപ്രവർത്തകനായ കൊണ്ടുപോകണമല്ലോ. അപ്പം നമുക്ക് പോലീസ് ഭയങ്കര ഫെയിൽ ആണെന്നുള്ള നിങ്ങൾ സമ്മതിക്കുകയാണ്. പോലീസിന് ഇവരെ സന്നിധാനത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിന്റേതല്ല വിഷയം. സ്ത്രീകൾക്ക് നേരെ താങ്കൾ ആ ചോദ്യത്തെ വിട്ടുപോകുന്നതാണ്. അതായത് സ്ത്രീകൾ അടക്കമുള്ള ഭക്തർക്കെതിരെ പ്രതിഷേധമുയർത്തുകയോ നിങ്ങൾ പറയുന്നത് പോലെ നാമജപ പ്രതിഷേധം ഉയർത്തുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അവരോട് അക്രമം കാണിക്കുകയും ചീമുട്ട എറിയുകയും ചെയ്യുന്നത് ശരിയോ? അല്ല, അവിടെ ശബരിമലയിൽ ആരെങ്കിലും ചീമുട്ട എറിഞ്ഞത് ഞാൻ ആദ്യം നിരവധി സ്ഥലങ്ങളിൽ. ശബരിമലയിലോ? ശബരിമലയിൽ അടക്കം അവർക്ക് മേലെറിഞ്ഞു, ചീമുട്ട എറിഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ചീമുട്ട എറിഞ്ഞു. ഞാൻ ശബരിമലയിലെ കാര്യമാണ്. ഞാൻ ശബരിമലയിൽ എവിടെയായാലും ആശുപത്രിയിൽ കയറി ആക്രമിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കുന്നതും തെറ്റാണ്. അത് ആരെ അംഗീകരിക്കുന്നു? ഞാൻ ശബരിമലയിലെ കാര്യം പറഞ്ഞു. ശബരിമലയിൽ യുവതികളെ കയറ്റില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഒരു സമരം അവിടെ നടക്കുമ്പോൾ അവിടേക്ക് യുവതികളെ കയറ്റിയേ പറ്റൂ എന്നും പറഞ്ഞ് ഒരു ആര് എന്നാലും സർക്കാരായാലും ഏതെങ്കിലും സംഘടനയായാലും അവരാണ് കുറ്റക്കാരവിടെ. അവിടെ കയറാതിരിക്കാൻ വേണ്ടി ഒരു സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതങ്ങനെ കുറെ ദിവസം പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വീണ്ടും വനിതാമതിലൊക്കെ പൊളിഞ്ഞു പോകുന്ന സങ്കടം കൊണ്ടും അല്ലെ അതിന്റെ ഒരു എങ്ങനെയും പ്രശ്നം അതെ പൊളിഞ്ഞു പോകുന്നൊരു ധാരണ വന്നപ്പോഴത്തേനും എങ്ങനെയും ഒരു വിഷയം ഉണ്ടാക്കണം, ശ്രദ്ധയിരിക്കണം. കുറച്ച് ദിവസം ശബരിമല കത്തിച്ച് നിർത്തണം. അതിനുവേണ്ടി ഈ ഗവൺമെന്റ് സ്പോൺസേഡ് പരിപാടി അല്ലെന്ന് ആരാ പറയുന്നത്? അല്ല, തിരിച്ചുണ്ടല്ലോ. അതായത് ജനങ്ങളുടെ മുമ്പിൽ തോറ്റു, സമരത്തിന്റെ മുമ്പിൽ തോറ്റു, സമരം 22ാമത്തെ ദിവസം എത്തിയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, നിരവധി നേതാക്കന്മാർ മാറുന്നതല്ലാതെ സമരത്തിനെ ആരും ശ്രദ്ധിക്കാത്തൊരു ഘട്ടം. അങ്ങനെ ശബരിമലയിലെ BJPയുടെ സമരം അപ്രസക്തമായി പോകുന്ന ഘട്ടത്തിൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്നതാണ് ഇത് വീണ്ടും സജീവമാക്കാൻ എന്നും ആരോപണമുണ്ട്. അല്ല, അത് വേണേ കോൺഗ്രസ്സുകാർ അത് പറയട്ടെ, അവർ സന്തോഷിക്കട്ടെ. കാരണം അവർ പറയുന്ന ആരോപണം നമ്മൾ പറയരുത്. കാരണം ഇത് അങ്ങനെയാണെങ്കിൽ BJPയും CPM-ഉം അല്ലെങ്കിൽ BJPയും കേരള ഗവൺമെന്റ് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയേണ്ടി വരും, അത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആണായി പോയില്ലെങ്കിൽ BJPയുടെ സമരം ഡൗൺ ആയി പോയി, അപ്പൊ അതൊന്ന് ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി സർക്കാർ സ്പോൺസർ ചെയ്ത് അല്ല, BJP തന്നെ സ്പോൺസർ ചെയ്ത് ഇവരെ കൊണ്ടുവന്നതാണെന്ന്. സർക്കാർ ഇവിടെ എവിടെയും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ഹൈക്കോടതി പറഞ്ഞാൽ പോലും പമ്പയിൽ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സന്നിധാനം വരെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഒരാൾ മാല ഇടുമ്പോൾ കെട്ടുമുറിക്കുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ മാല ഇടുമ്പോൾ തൊട്ട് അവിടെ പോയി പോലീസ് സംരക്ഷണത്തിൽ കൊണ്ടുപോകാൻ ഏത് ഹൈക്കോടതി വേണ്ട കേരള പോലീസ്? ശരി, അതിന്റെ രണ്ടാമത്തെ ചോദ്യം, അതായത് ശബരിമലയിൽ അക്രമം നടത്തിയത് ശരിയാണ്, നിങ്ങളുടെ പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിതിരിഞ്ഞതാണ്, തെറ്റാണെങ്കിൽ പോലും ഒരു വാദത്തിന് വേണ്ടി, താങ്കൾ പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി, ഒരിക്കലും അംഗീകരിക്കാനാകുന്നതല്ല വാദത്തിന് വേണ്ടി പോലും, എങ്കിലും അവിടെ നിങ്ങളുടെ പ്രഖ്യാപിത പ്രതിഷേധമായതുകൊണ്ട് അവിടെ തടഞ്ഞു. അത് ചിലപ്പോൾ ചില ചീമുട്ടയേറോ അക്രമത്തിലോ ഒക്കെ വഴിമാറിയെന്നിരിക്കാം. അത് അബദ്ധവശാൽ സംഭവിച്ചതാണെന്നൊരു ആനുകൂല്യം നിങ്ങൾക്ക് വാദത്തിന് വേണ്ടി നൽകിയാൽ, വാദത്തിന് വേണ്ടി മാത്രം നൽകിയാൽ പോലും നിങ്ങൾ പമ്പയിൽ ചെയ്ത അക്രമം എന്തിന് ഇന്ന് മടങ്ങിപ്പോയ മനദി സംഘത്തെ ശബരിമലയിലല്ല, ശബരിമലയിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തടയുകയല്ല, മനദി സംഘം തിരിച്ചു പോകുമ്പോൾ അവരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയുക, അവരുടെ ബോഗിക്ക് നേരെ ആക്രമണം നടത്തുക, ട്രെയിൻ തടയാൻ ശ്രമിക്കുക. അതിനുശേഷം നെയ്യാറ്റിൻകരയിൽ അവർ പോയ ട്രെയിന് ശേഷം അവിടെ ശുദ്ധികലശം നടത്തി ആ സ്ത്രീകൾ നടന്നു പോയത്. അതായത് മനുഷ്യ മാലിന്യം അടക്കം വീണ് അശുദ്ധമായി കിടക്കുന്ന, ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ അശുദ്ധമായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകൾ കടന്നുപോയി എന്നതിന്റെ പേരിൽ ശുദ്ധികലശം നടത്തി BJP. അല്ല, ഇതൊക്കെ നിങ്ങൾ എന്തായി പറയുന്നത് മനസ്സിലാകുന്നില്ല. പമ്പയിൽ എന്ത് അക്രമമായി നടന്നത്? പമ്പയിൽ ആരക്രമം നടത്തിയെന്നാ പറയുന്നത്? പോലീസുകാര് ശരണം വിളിച്ചുകൊണ്ടിരുന്ന അയ്യപ്പന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ സ്ത്രീകളെ കൊണ്ട് പോയതല്ലാതെ അവിടെ എന്തക്രമം? ആരെ ആക്രമിച്ചു? ആർക്കാണ് കാഷ്വാലിറ്റി ഉള്ളത്? പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടില്ല, ഈ വന്ന സ്ത്രീകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല. ഇവരെ കൊണ്ട് പിന്നെ മുമ്പോട്ട് പോയി. അപ്പോൾ ശക്തമായി അയ്യപ്പന്മാര് ശരണം വിളിച്ചു വന്നപ്പോൾ പേടിച്ചോടി പോലീസും ഈ യുവതികളും എന്ത് ചെയ്തു? പമ്പ പറഞ്ഞത്. അതിനിപ്പം ആക്രമിച്ചു എന്ന് പറഞ്ഞ് ചീമൊട്ട എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരെ ബോധിപ്പിക്കാനാ? പിന്നെ ഈ നെയ്യാറ്റിൻകരയിലൊക്കെ അതൊരു സിംബോളിക് അല്ലേ? സർക്കാർ പിണറായി വിജയനെതിരെയുള്ള ശുദ്ധികലശം അത് അല്ല. നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ അവർ മനദി സംഘത്തിലെ സ്ത്രീകൾ പോയതിനു ശേഷം ആ ട്രെയിനിൽ ചീമൊട്ട എറിഞ്ഞു. അതിനുശേഷം അവർ പോയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാണ് നിങ്ങൾ ശുദ്ധികലശം നടത്തിയത്? ചാണകവെള്ളം ആദ്യം പമ്പയെ ശബരിമല വെച്ച് നോക്കൂ, ദൃശ്യങ്ങൾ കാണൂ. ട്രെയിനിൽ ചീമൊട്ട എറിയുകയോ അല്ലെങ്കിൽ റെയിൽവേ പാളത്തിൽ വെള്ളം തെളിക്കുകയോ ചെയ്തത് പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇവരെങ്ങനെ ശബരിമല ഒരു വിശ്വാസമില്ലാത്ത നക്സൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഇതുമായിട്ട് ഭക്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ പേരെ ആനയിച്ച് കൊണ്ടുവന്ന പിണറായി വിജയൻ സർക്കാരിനുള്ള പ്രതിഷേധം ആൾക്കാർ അത് ചിലപ്പോൾ BJPക്കാരായിരിക്കും. ഭക്തൻ ഞാൻ പറയുന്നില്ല, ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ സമരം ചെയ്തത്. സ്ത്രീകൾ പോയ വഴിയിൽ ശുദ്ധികലശം ചെയ്യുന്നത് നോക്കൂ, ശുദ്ധികലശം നടത്തൂ. സ്ത്രീകൾ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി എന്നൊക്കെ പറയുന്ന ഈ ഭാരത സംസ്കാരത്തെ വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന നിങ്ങൾക്കത് യോജിച്ചതാണോ? അല്ല, ശബരിമലയിൽ ചീമൊട്ട എറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ചീമൊട്ട ശബരിമല എറിഞ്ഞു, എറിഞ്ഞു. ശബരിമലയിൽ എറിഞ്ഞത് രണ്ടാം സുഹൃത്തെ ശബരിമലയിൽ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ആദ്യം പറയാം, വെറുതെ വാദത്തിന് അല്ല തർക്കിക്കാൻ വേണ്ടി അല്ലല്ല, ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്, അവരെ തേടാം. ശബരിമലയില അങ്ങനെയാണെങ്കിൽ അതും പോലീസിന്റെ കുഴപ്പമാണ്. ശബരിമലയിലേക്ക് പോകുന്നവർ മൊട്ടയായിട്ട് കൊണ്ടുവന്ന് പിടിക്കാൻ അവിടെ മെഷീൻ വെച്ചിരിപ്പുണ്ടല്ലോ, മൊട്ടയായിട്ടാണ് ശബരിമലയ്ക്ക് പോണേ. അപ്പൊ പോലീസിന്റെ കുഴപ്പമാണ് സമ്മതിക്കുക. നാണക്കേടാണ് പോലീസിന്, സർക്കാർ നാണക്കേടാണ്. ശബരിമലയിൽ ഭക്തര് ബോംബ് എറിഞ്ഞു, ചീമൊട്ട എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് നാണക്കേട് പോലീസിനാണ്. ഭയങ്കര സെക്യൂരിറ്റി, നിലയ്ക്കൽ മുതൽ എല്ലാവരും സ്ക്രീൻ ചെയ്ത് വിടുന്ന സ്ഥലത്തേക്ക് ബോംബും അല്ലെങ്കിൽ ആയുധങ്ങളും മൊട്ടയുമായിട്ടാണ് ഇവര് പോകുന്നത് പറഞ്ഞാൽ അത് പോലീസിന്റെ ഫെയിലാണ്. അത് ശബരിമലയുടെ ഭൂമിശാസ്ത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, താങ്കൾക്കും അറിയാമല്ലോ. ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്ക് അക്രമികൾക്ക് വേണമെങ്കിൽ അവിടെ ഒളിച്ചിരിക്കാനും എല്ലാ ഭൂമിശാസ്ത്ര സാഹചര്യവും അവിടെ അത് നിങ്ങൾ അക്രമികൾ ഉപയോഗപ്പെടുന്നു. അതായത് പോലീസിന്റെ മിടുക്കുകേടിനെ കുറിച്ച് പറയുന്ന നിങ്ങൾ
എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ശബരീശന്റെ പൂങ്കാവനത്തെ അക്രമ കേന്ദ്രമാക്കുന്നതിനെ എതിർക്കാത്തത്? ഇത് നിങ്ങൾ എപ്പോഴും അക്രമ കേന്ദ്രം ഇതുവരെ എന്ത് അക്രമം അവിടെ ഉണ്ടായത്? എല്ലായിടത്തും അക്രമമാണെന്ന് ഇന്ന് രാവിലെ പോലെ നടന്നത്. ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന ഒരു ലാത്തിച്ചാർജ് പോലെയുള്ളൂ, അത്ര മൂലം ആക്ഷൻ പോലും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇത്ര വലിയ അക്രമം എന്ന് പറഞ്ഞല്ലാതെ എന്താണ് അവിടെ അക്രമം? ശരി, ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് പോലീസിന്റെ പിടിപ്പുകേടാണ്. അവിടെ RSS ഒരു അക്രമവും നടത്തുന്നില്ല. അങ്ങനെ അഥവാ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ കുറ്റമാണ്. പിന്നെ രണ്ടാമത്, ഈ പ്രഖ്യാപിതമായ ഒരു സമരത്തിന്റെ ഭാഗമായി ശുദ്ധികലശവും ചീമുട്ടയേറും ഒക്കെ സ്ത്രീകൾക്ക് നേരെ നടത്താം എന്നൊക്കെയാണ് ന്യായീകരണം BJP പ്രതിനിധിയുടെ P. ശ്രീകുമാറിന്റെ. ശ്രീ ചിത്രഞ്ജൻ, ശ്രീ ശ്രീകുമാർ ഒരു പത്രപ്രതിനിധി ആയതുകൊണ്ട് അതിന്റെ ഒരു നിലവാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ ആ പ്രതീക്ഷ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം അദ്ദേഹം കേവലം ഒരു സംഘപരിവാറുകാരനായി മാത്രം അത് പ്രതിച്ചിരിക്കുകയാണ്. ഇവിടെ ശബരിമലയിലും പരിസരത്തും ഉണ്ടായ സംഭവവികാസങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. എത്രയധികം അസഹിഷ്ണുതയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെട്ടതെന്ന്, അതിന് സ്വീകരിച്ച മാർഗങ്ങളും എല്ലാം നമ്മൾ കാണുകയാണ്. ഇവിടെ ഗവൺമെന്റ് അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നു എന്നുള്ള നിലയിലേക്കെല്ലാം ഉള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ 21ാം നൂറ്റാണ്ടിൽ നടത്തുന്ന നിലയിലുള്ള സംഭവങ്ങളാണോ അവർ യാത്ര ചെയ്തു പോകുന്ന വഴികളിൽ ചാണകവെള്ളം തെളിക്കുക, ചീമട്ട എറിയുക, ശുദ്ധികലശം നടത്തുക? ഇതൊക്കെ ഇത്രയധികം ഈ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു അതപ്പതിച്ച സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരു മലയാളിയും പ്രതീക്ഷിക്കുന്നതല്ല. കുപ്രസിദ്ധന്മാരായിട്ടുള്ള കുറേയധികം ആൾക്കാരെ, ക്രിമിനലുകളെ കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ പലയിടത്തും ഈ ആക്രമണത്തിന്റെ പരമ്പര തുടങ്ങിയത് നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്നാണ് നമ്മളെല്ലാം ആശ്വസിച്ചിരുന്നെങ്കിൽ, ഇപ്പോ ആ സ്ത്രീകളുടെ സംഘം, വനിതീ സംഘം എന്ന് പറയുന്ന 11 പേരടങ്ങുന്ന സ്ത്രീകളുടെ സംഘം എത്തിച്ചേർന്നതിന് ശേഷം അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ എന്ന് വെച്ചാൽ സ്ത്രീകൾ എന്നുള്ള ഒരു പരിഗണന കൊടുക്കണ്ടേ? അതൊരു സംസ്കാരമല്ലേ? ആ പരിഗണന പോലും കൊടുക്കാതെയുള്ള ആക്രമണങ്ങളല്ലേ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ പോലീസ് ഇതിനേക്കാൾ സഹിഷ്ണുത കാണിക്കുന്നത്, സംയമനം പാലിക്കുന്നത് എപ്പോഴാണ്? ഇനി ഇത്രയധികം സംയമനം പാലിക്കുവാൻ കേരളത്തിലെ പോലീസിന് കഴിയുമോ എന്ന് പോലും ആൾക്കാർ ചോദിച്ചു പോവുകയാണ്. കാരണം അതൊക്കെയാണ് കാരണം. സന്നിധാനത്തൊരു കുഴപ്പം ഉണ്ടാക്കിക്കൂടാ, ശബരിമലയിൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞുകൂടാ, അവിടെ ഒരു ജീവനോ അപകടത്തിൽ വന്നുകൂടാ. അതുകൊണ്ട് പോലീസ് ഇതിന് പരമാവധി ഈ വിഷയങ്ങളെ വഷളാക്കാതിരിക്കുന്നതിന് വേണ്ടി കാട്ടിയിട്ടുള്ള ആത്മസംയമനത്തെ അതിനെ സംഘപരിവാർ യഥാർത്ഥത്തിൽ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇവിടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, ആ വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ വരുവാൻ ഒരു സ്ത്രീ തയ്യാറായാൽ, അല്ല ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ തയ്യാറായാൽ, അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടുള്ള ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കുന്നു. ആ സംരക്ഷണം കൊടുക്കുമ്പോൾ പോലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മുടെ പോലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ ബോധപൂർവം എന്നുവെച്ചാൽ BJP സമരം ഇവിടെ നടത്തി, സമരം പരാജയത്തിലെത്തി, പിന്നെ സെക്രട്ടേറിയറ്റിനെ മുന്നിൽ ചെന്നു, അവിടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലെത്തി. അതിനകത്തുനിന്ന് ഡസൻ കണക്കിന് നേതാക്കന്മാർ തന്നെ മറ്റു പല പാർട്ടികളിലേക്കും പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അവരുടെ സംസ്ഥാന സമിതി അംഗമാണ് CPM ചേർന്നത്, പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചേർന്നു. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് CPM-മായി സഹകരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഓരോ സ്ഥലത്തും BJP-യിൽ നിന്നും സംഘപരിവാറിൽ നിന്നും ആൾക്കാർ ഈ സമരം പ്രഖ്യാപിച്ച് ചേർന്ന് അവർ വളരെ ശക്തിപ്പെടുത്തുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോരുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിൽ സമാധാന ജീവിതം തകർക്കുന്നതിന് വേണ്ടി തന്നെ ശബരിമലയിൽ അവശേഷിക്കുന്ന ഏതാനും ദിവസങ്ങളുണ്ടല്ലോ, ആ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി, കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ, ആ നീക്കങ്ങളുടെ ചില ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിനകത്ത് BJP എന്തെല്ലാം
അല്ലെങ്കിൽ സംഘപരിവാർ എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നതല്ല. ബോധപൂർവം ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് അവർ നീങ്ങുന്നത് എന്നുള്ളത് തീർച്ചയായും ശ്രീ ചിത്തരഞ്ജൻ വ്യക്തമാണത്. അതായത് ശ്രീ കോൺഗ്രസ് പ്രതി BRM ഷഫീറിലേക്ക് ഷഫീർ, അതായത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം ഇവിടെയുണ്ട്. 144 പിൻവലിക്കണമെന്ന് നിങ്ങൾ നിരന്തരം പറയുന്നു, പക്ഷെ അക്രമികൾ അവിടെ ഇപ്പോഴും തമ്പടിച്ചു നിൽക്കുന്നു. ഈ 140, അതായത് പച്ചില പോലും പറക്കുന്ന കാറ്റ് അവിടെ പിന്നെ കരിയിലയുടെ കാര്യം പറയണമെന്ന്. ഈ 144 നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ശബരിമല ഇന്ന് സംഘപരിവാറിന്റെ കയ്യിലെത്തിയേനെ. പിണറായി വിജയൻ സർക്കാരിന്റെ കൃത്യമായ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ ശബരിമല ഇന്ന് സംഘപരിവാറിന്റെ കയ്യിലിരുന്നേനെ. ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. പക്ഷേ കോൺഗ്രസ് ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല. നോക്കൂ, ശബരിമലയിൽ വിശ്വാസ സംരക്ഷണമോ ആചാര ലംഘനമോ തടയാനാണ് പ്രതിഷേധമെങ്കിൽ അത് അവിടെ തീരണമായിരുന്നു. അവിടെ വന്ന സ്ത്രീകളെ പിന്തുടരുകയാണ്, ട്രെയിനിൽ പിന്തുടരുന്നു, റെയിൽവേ ട്രാക്കിൽ ശുദ്ധികലശം നടത്തുന്നു, അവർ പോയെടുത്തൊക്കെ ചീമുട്ടയെറിയുന്നു. കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ആക്രമണങ്ങൾ. ആ അർത്ഥത്തിൽ ഉള്ള മുൻകൂട്ടിയുള്ള ആക്രമണത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തിന്റെ വിധ്വംസക സ്വഭാവത്തെ കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. അതാണ് കൊടി പിടിക്കാതെ സമരത്തിൽ പോയതിനുള്ള ആക്ഷേപം. ഇതാണ് ഒരു കൂട്ടം പറയുന്നത്. ഞാൻ പറയാം, ഒന്ന് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡലകാലത്തിന്റെ ഏറ്റവും അവസാനത്തെ തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്ന ദിവസം തന്നെ ശബരിമല പോലെ പുണ്യ പൂങ്കാവനത്തെ അക്രമാസക്തമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ അജണ്ടയ്ക്ക് മുമ്പിൽ നിങ്ങൾ നിന്നു കൊടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? അത് പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം ഞാൻ അതാണ് പറഞ്ഞു ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വരട്ടെ. കഴിഞ്ഞ മാസം 21-ാം തീയതി മനിതി പ്രവർത്തകർ അഥവാ മാവോയിസ്റ്റ് ബന്ധമുള്ള തമിഴ് അഭിനിവേശത്തിന്റെ മൂർത്തിബദ്ഭാവങ്ങളായ സഹോദരിമാർ ചില അപേക്ഷയുമായിട്ട് വരികയും കഴിഞ്ഞ മാസം 12-ാം തീയതി 21-ാം തീയതി കൂടി അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കുകയും അവർ വരികയും ചെയ്യുമ്പോൾ തമിഴ്നാട് പോലീസിന്റെ നിന്നും കമ്പംമേട്ടിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ റൂട്ട് മാപ്പുകൾ വരച്ച് 100 മൈൽ സ്പീഡിൽ ട്രയൽ റൺ നടത്തി ഒരു പ്രത്യേക റൂട്ടിലേക്ക് പാമ്പാടി സിയുടെ നേതൃത്വത്തിൽ റൂട്ട് വരച്ചു കൊടുത്ത് കൊണ്ട് കയറ്റുകയാണ്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ശബരിമലയിലേക്ക് നിങ്ങൾ സർക്കാർ, അതായത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുറെ പൗരന്മാർ അല്ലെങ്കിൽ പൗരകൾ, സ്ത്രീകൾ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകണം, ശബരിമലയിൽ പോകണമെന്ന് അപേക്ഷ കൊടുത്താൽ സർക്കാർ നോക്കണോ അവരുടെ വർഗവും വംശവും രാഷ്ട്രീയ പശ്ചാത്തലം? അതിനുശേഷം അവിടുത്തെ പോലീസ് ഇവിടെ ഏൽപ്പിച്ചാൽ ഇവിടുത്തെ പോലീസിനെ സംരക്ഷിക്കാതിരിക്കാൻ ഭരണഘടനാ ബാധ്യതയുള്ള ബോധമുള്ള ഷഫീറിനെ പോലെ ഒരു ഈ പറയപ്പെടുന്ന RSSകാരും ഈ പറയപ്പെടുന്ന കർമ്മസേനക്കാരും കൂടി ശബരിമലയിൽ ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ കൊണ്ടുപോയത് എന്ന് അവകാശപ്പെടുന്ന സഖാവ് പിണറായി വിജയന്റെ പോലീസിന് അത് എത്ര തവണ നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടുന്നത് പോലെ കയറ്റുന്നു ഇറക്കുന്നു. അവസാനം ഇന്നലെ ചെളിക്കുണ്ടിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാ. ആ ചെളിക്കുണ്ടിൽ മനിതി പ്രവർത്തകർ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടി തള്ളിയത് പിണറായി വിജയന്റെ പോലീസാണ് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരേ സമയം നവോത്ഥാനക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മലയിലേക്ക് കൊണ്ടുപോകുന്നു, വിശ്വാസികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മലയിറക്കി കൊണ്ടുവരുന്നു. ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കണം. RSS ഒടിഞ്ഞു തൂങ്ങി നിൽക്കുകയായിരുന്നു. ശ്രീധരൻ പിള്ളയുടെ ഇല്ലാത്ത ചില സംഭാഷണ ശകലങ്ങളും നിലപാടുകളും കാരണം അവർ ഒറ്റപ്പെട്ടു. ഈ ഇരുമുടി കെട്ടെടുത്ത് തറയിലടിച്ചതോടുകൂടി സുരേന്ദ്രന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടു. ഇവിടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ BJPയുടെ സമരം പൊളിഞ്ഞു നാറിയിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വീണ്ടും ഇത് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മനിതി പ്രവർത്തകരെ കൊണ്ട് കയറ്റാൻ വേണ്ടി നിങ്ങൾ പോയി. ശരി, നിങ്ങൾ ഭരണഘടന നിങ്ങൾ കയറ്റിയോ? എവിടെ നിങ്ങളുടെ പോലീസ്? അന്തസ്സുണ്ടായിരുന്നെങ്കിൽ, അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന നിലപാടിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഷഫീർ പറയുന്നത് തോക്കിൻ മുനയിലൂടെ പോലീസ് പണ്ടൊക്കെ കോൺഗ്രസിന്റെ കാലത്തൊക്കെ ചെയ്തതുപോലെ തോക്കിൻ മുനയിലൂടെ കുഴലുകളിലൂടെ പോലീസ് അവിടെ മനിതി പ്രവർത്തകരെ കേട്ടണമായിരുന്നു, അവിടെ വെടിവെച്ച് ആൾക്കാരെ ഇടണമായിരുന്നു. നല്ല ഉദ്ദേശം. ഉദ്ദേശത്തിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാം. നിങ്ങൾ നിലയ്ക്കലിൽ പറയാത്തത്, ശരം കുത്തിയിൽ പറയാത്തത്, ചെളിക്കൊഴിയിൽ പറയാത്ത കാര്യം
ഏറ്റവും അവസാനം 18ാം പടിയുടെ താഴെ എത്തുമ്പോ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തിരിച്ചിറക്കേണ്ടി വരും എന്ന് അവരോട് പറഞ്ഞ് തിരിച്ചിറക്കി കൊണ്ടുപോകുന്ന സന്ദർഭം അവിടെ മനസ്സിലാക്കി. അവർക്ക് ബോധ്യമാകുമ്പോഴാണ്. അവർക്ക് മനസ്സിലാക്കി ഇത് നിങ്ങൾ അല്ലാതെ കുറെ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും അക്രമം നടത്തുന്നു. നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് ഭരണഘടനാ ബാധ്യതയല്ല. BRM ഷഫീർ ഉദ്ദേശിച്ചത് അവിടെ അക്രമത്തിലൂടെ പോലീസിന് അവരെ കയറ്റണമായിരുന്നു. അതിന്റെ ഉദ്ദേശം നല്ലല്ല, ഞാൻ പറയട്ടെ, ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാണ്. ആ ഉദ്ദേശത്തിന് അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്കും. അത് നടക്കില്ല. സംയമനം അത് ഞങ്ങളുടെ ബലഹീനതയല്ലെന്ന് പോലീസും പറഞ്ഞു. അത് പോട്ടെ, അതല്ല വിഷയം. നെഹ്റുവിന്റെ കോൺഗ്രസ് സോഷ്യലിസം മുമ്പോട്ട് വെക്കുന്നു, മതേതരത്വം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്ന കോൺഗ്രസ് ആ സ്ത്രീകളെ ശബരിമലയിൽ തടഞ്ഞു എന്നത് ശരി. നിങ്ങളുടെ വിശ്വാസവും BJPയുടെ വിശ്വാസവും ഒന്നായതുകൊണ്ട് നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും. പക്ഷെ ശബരിമലയ്ക്ക് പുറത്ത് ആ സ്ത്രീകൾ പോയപ്പോൾ അവരെ പിന്തുടർന്ന് ആക്രമിച്ച BJPയുടെ അക്രമത്തെ ഒരു വാക്കുകൊണ്ട് പോലും കോൺഗ്രസ് പ്രതിയായ താങ്കൾ എതിർത്തില്ലല്ലോ. അതെന്താണ്? അല്ല, അത് തന്നെ പറയാം. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തികളെ ഇത് നല്ലതായി പോയി, ഇത് ഇത്രയും ശരിയായി പോയി, അവരെ യഥാർത്ഥത്തിൽ BJP ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവന്മാർ നന്നാവാത്തത്, ഇവർ രക്ഷപ്പെടാത്തത്. ഇവർ ഈ സമൂഹത്തിന് മുമ്പിൽ കല്ലെറിയുകയും ഭക്തയെ തേങ്ങ എറിയുകയും ഇരുമുടിക്കെട്ടെടുത്ത് തറയിലടിക്കുകയും ഇത് നല്ല അവസരം, സുവർണ അവസരമാണെന്ന് പറയുകയും പോകുന്ന ട്രെയിനിലേക്ക് BJP ഓരോ ദിവസവും അവരുടെ അതല്ലേ നമ്മുടെ ആഗ്രഹം. ശ്രീ പാലോട് സന്തോഷ്, അതായത് വിശ്വാസ സംരക്ഷണത്തിനോ ഒരു വിഭാഗത്തിന്റെ കരുതുന്ന ചില ആചാര ലംഘനത്തിന്റെയോ പുനഃസ്ഥാപനമോ അല്ലെങ്കിൽ ആചാര ലംഘനം നടക്കുന്നതിനെതിരെയോ ഒക്കെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സമരമാർഗവും ഒരു സമരവും പ്രതിഷേധവുമാണോ നാം ശബരിമലയിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെയും ഇന്നുമായി കണ്ടത്? എന്താണ് ശബരിമലയിൽ കണ്ടത് സ്ത്രീകൾക്കെതിരെ? അതിനുശേഷം പുതിയ ചില മാർഗങ്ങൾ കൂടിയുണ്ട്. അവർ പോകുന്ന സ്ഥലത്ത് പിന്തുടർന്ന് ആക്രമിക്കുക. അതിനുശേഷം മുമ്പൊക്കെ മരക്കൂട്ടത്തും അല്ലെങ്കിൽ പ്രത്യേക പോയിന്റുകളിലുമായിരുന്നു പ്രതിഷേധക്കാരുണ്ടായിരുന്നത്, നടപ്പന്തലിന് തൊട്ട് മുമ്പിൽ. ഇതങ്ങനെയല്ല. ഇടവഴികളിൽ ഒക്കെ വിസിലടിച്ച് ആളെ എത്തിക്കുക, RSS രീതിയിൽ ആളെ എത്തിക്കുക, ഇങ്ങനെ പോലീസിനെ വഴിതെറ്റിക്കാനായി വലിയ രീതിയിൽ അക്രമം ആസൂത്രണം ചെയ്ത ഇതൊക്കെയാണ് കോൺഗ്രസും വെള്ളപൂശുന്നത്. ശ്രീകുമാർ വെള്ളപൂശുന്നത് മനസ്സിലാക്കാം, കോൺഗ്രസ് വെള്ളപൂശുന്നത് മനസ്സിലാവുന്നുണ്ടോ താങ്കൾക്ക്? ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള അജണ്ടയല്ല BJPയുടെയും സംഘപരിവാറിന്റെയും ഭാഗത്തുള്ളത്. പിന്നെന്താണ് പറഞ്ഞോട്ടെ, ആരാധിക്കുന്നവരെയും അല്ലെങ്കിൽ വിശ്വാസികളുടെ പിന്നെ ശബരിമലയെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഇവിടെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് UDFും BJPയും. BJPയുടെ അവസ്ഥ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ പറയുന്നത് കേട്ടാൽ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്നാണ്. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നുണ്ട്, ശബരിമലയിലെ തന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ ആരാധനക്രമങ്ങളും പഠിക്കുന്നതിന് വേണ്ടി പണ്ഡിതരും ദേവസ്വം ബോർഡും ഒക്കെ ആലോചിച്ചുള്ള ഒരു തീരുമാനം മാത്രമായിരിക്കണം സുപ്രീം കോടതി കൂടെ അഫിഡവിറ്റ് പറയുന്നത്. ഒന്ന്. രണ്ട്, സുപ്രീം കോടതിയുടെ വിധി എന്തായാലും മാനിച്ചേ പറ്റൂ. ആരാ കേസ് കൊടുത്തത്? RSS. 12 വർഷങ്ങളായി ആരെങ്കിലും അതിൽ കക്ഷി ചേർന്നോ? ഇല്ല. RSS ചേർന്നോ? ഇല്ല. അയ്യപ്പ സേവാ സംഘം ചേർന്നോ? ഇല്ല. കർമ്മസമിതി ചേർന്നോ? ചേർന്നിട്ടില്ല. BJP ആരും ചേർന്നിട്ടില്ല. 12 വർഷമായി RSS തന്നെ ഗൂഢാലോചന നടത്തി ശബരിമല എന്ന് പറയുന്നത് ഒരു സമയത്ത് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ ഇടിച്ചു മലർത്തി രാമക്ഷേത്രത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസങ്ങളെ അധികാരത്തിനു വേണ്ടിയുള്ള കുറുക്കു വഴിയാക്കി മാറ്റുന്ന വികലമായ രാഷ്ട്രീയമാണ് സംഘപരിവാർ അന്നും നടത്തിയത് എങ്കിൽ ഇന്ന് ശബരിമല എന്ന് പറയുന്ന പരിപാവനവും പരിശുദ്ധവുമായ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന ശബരിമല കേരളത്തിൽ BJPയുടെ ഭരണത്തിനു വേണ്ടിയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. നേരത്തെ കോൺഗ്രസിന്റെ എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, BJPയുടെ പ്രസിഡന്റ് പറഞ്ഞതും അത് കഴിഞ്ഞ് RSSന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ, ടിവിയിലും പത്രമാധ്യമങ്ങളിലും. എന്താ പറയുക? കേരളത്തിലെ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുവാൻ
ഈ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു അംശം മാറിയാൽ അന്ന് UDF-ഉം അതുപോലെ BJP-യും പറയും കോടതി ലക്ഷ്യം. ഞാൻ അത് വേറൊന്നും കൂടി ചോദിക്കട്ടെ, എന്തുകൊണ്ട് BJP-യുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണല്ലോ, പേര് മറന്നുപോയി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നത്, എന്തുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുത്തില്ല എന്ന് BJP ചോദിച്ചു. നിങ്ങൾ പ്ലാൻ ചെയ്ത്, ഞാൻ RSS-വുമായി പണ്ട് കോൺഗ്രസ്സുകാരിയായിരുന്നു, പിന്നെ ഞാൻ RSS-ലും BJP-യിലും പ്രവർത്തിക്കുന്ന ആളാണെന്നും അവരാണ് എനിക്കിതിന് നേതൃത്വം തരുന്നത് എന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ വരുമ്പോൾ ആ RSS-കാരിയെ ശബരിമലയിൽ കൊണ്ടുപോകേണ്ട ബാധ്യത കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് ബാധ്യതയില്ല. മറിച്ചോ അത് മനസ്സിലാക്കി BJP അവിടെ സമരം നടത്തി, അത് പൊളിഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമസ്യയാണെന്ന്. നിങ്ങൾ ആലോചിക്കണം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ലോകത്തിന്റെ തന്നെ ഉദാത്തമായ ശ്രേഷ്ഠമായ സമുന്നതമായി നിൽക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ട് അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ അടയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ സെക്കുലർ മതേതരത്വത്തിനെതിരെ, ജനാധിപത്യത്തിനെതിരെ, സോഷ്യലിസത്തിനെതിരെ എന്റെ സുഹൃത്ത് ശ്രീകുമാർ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം ഞാനിങ്ങനെ കൈരളി ടിവിയിൽ ചർച്ച കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ജയപ്രകാശ് നാരായണൻ ജനസംഘത്തിന്റെ ആളാണെന്ന്. എന്ത് വിവരക്കേടാ നിങ്ങളൊക്കെ ഈ പറയുക? ആരായിരുന്നു ജയപ്രകാശ് നാരായണൻ? 1934 ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടി രൂപീകരിച്ചു ആൾ ഇന്ത്യ പീപ്പിൾസ് പാർട്ടി. ആ പാർട്ടി രൂപീകരിച്ച അതിന്റെ പറയട്ടെ, ആചാര്യ നരേന്ദ്രജി പ്രസിഡന്റും ജയപ്രകാശ് നാരായണൻ ജനറൽ സെക്രട്ടറിയും നമ്മളെ ബഹുമാനിക്കുന്ന EMS ഓൾ ഇന്ത്യ സെക്രട്ടറിയായി ഒരു പാർട്ടി രൂപീകരിച്ചു 1934. അത് കഴിഞ്ഞ് 1967 ഇതൊന്നും മറന്നുപോകരുത്, കോൺഗ്രസിനെതിരെ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെതിരെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് ജയപ്രകാശ് നേതൃത്വം കൊടുത്തു. അതിലും ജനസംഘം ഉണ്ടായി. 1972 വിപ്ലവം. അതുകൊണ്ട് എന്താ നിങ്ങൾ പറയുക? അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കാറൽ മാർക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. എന്നാൽ സംഘപരിവാർ ഇന്ത്യയിലെ മതത്തെയും ജാതിയെയും അധികാരത്തിനു വേണ്ടിയുള്ള കുറുക്കു വഴിയാക്കി മാറ്റുന്നു. അത് ശബരിമലയല്ല, അത് രാമനല്ല, എന്തും ഏത് അർത്ഥത്തിലും അവർ ചെയ്യും. നമ്മൾ കണ്ടില്ലേ, സ്ത്രീകൾ അവിടെ വന്നു ശബരിമലയിൽ പോകാൻ. കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? ഭക്തകളുടെ അഭിപ്രായങ്ങൾ മാനിക്കേണ്ട, ഭക്തജനങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ആ സംരക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. അതായത് ചർച്ച അതിന്റെ രണ്ടാമത്തെ ദിശയിലേക്ക് കടക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് യുക്തിപരമായി ഫാസിസ്റ്റ് കേന്ദ്രങ്ങളിൽ പരിണമിച്ചത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ജന്മഭൂമി എന്ന BJP-യുടെ പത്രത്തിൽ, സംഘപരിവാറിന്റെ മുഖപത്രത്തിൽ ഒരു പക്ഷേ രൂപപ്പെട്ട ഒരു കാർട്ടൂൺ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് DYFI ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജന്മഭൂമി കാർട്ടൂൺ പിൻവലിച്ച് മാപ്പ് പറയണം എന്ന്. അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിതാണ്, തെങ്ങു കയറേണ്ടവനെ പിടിച്ച് തലയിൽ കയറ്റിയത് എന്തിന് എന്ന ജാതിപരമായ പരാമർശം ഉൾക്കൊണ്ട് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന കാർട്ടൂൺ ജന്മഭൂമി എന്ന സംഘപരിവാർ പത്രത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. BJP പത്രം കാർട്ടൂൺ പിൻവലിക്കുമോ, ജാതിവിളി ഭൂഷണമോ എന്നതാണ് ചർച്ചയുടെ രണ്ടാമത്തെ ദിശയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയത്തിൽ പിടിക്കേണ്ടത്. തീർച്ചയായും ജന്മഭൂമിയുടെ തന്നെ പ്രതിനിധിയായുള്ള BJP പ്രതിനിധി ശ്രീ P. ശ്രീകുമാറിലേക്ക് പോവുകയാണ്. P. ശ്രീകുമാർ, അതായത് ഹൈന്ദവ ധർമ്മം കാക്കാനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഹിന്ദുവിനെ പോലും ഒന്നായി കാണാനാകുന്നില്ല. ഒരു തെറ്റ് നിങ്ങളുടെ വാദത്തിൽ പോലും, നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ പോലും ഒരു തെറ്റ്. രണ്ട്, ജനിച്ച ജാതിയുടെ പുറത്ത് മഹാനായ ഒരു മുഖ്യമന്ത്രിയെ, ഒരു രാഷ്ട്രീയ നേതാവിനെ ജാതിയുടെ പുറത്ത് അപമാനിക്കുക. ജാതിയും മതവും ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാതയിൽ പോയ ആളാണ് പിണറായി വിജയൻ. ആ വ്യക്തിത്വത്തെ അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹം ജനിച്ചുപോയ സമുദായത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കാനുള്ള
ശ്രമം കാർട്ടൂണിലൂടെ ജന്മഭൂമി നടത്തി. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി ഡിവൈഎഫ്ഐ അതേ സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നു. ജന്മഭൂമി കാർട്ടൂൺ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന്. നിങ്ങൾ ആ ജാതി ഭൂഷണം, ജാതി വിളി ഭൂഷണമോ എന്ന ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആ കാർട്ടൂൺ പിൻവലിക്കുമോ? അല്ല, നമുക്കറിയാം കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞാൽ അത് കാർട്ടൂണാണ്. അല്ല, നമ്മൾ കാർട്ടൂണാണ്. ടെലിവിഷനിലൊക്കെ നമ്മൾ വൈകുന്നേരം നടക്കുന്ന കാർട്ടൂണിസ്റ്റിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്. അതിപ്പോ നമുക്ക് പിൻവലിക്കേണ്ടതാണെങ്കിൽ പിൻവലിക്കാൻ ജന്മഭൂമിക്ക് മടിയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇതെന്താ സംഭവം? ഇത് ഈ പിണറായി വിജയന്റെ ജാതി തെങ്ങ് കയറുന്ന ജാതിയാണോ? ഞങ്ങളുടെ നാട്ടിൽ തെങ്ങ് കയറുന്ന ജാതിക്കാർ പിണറായി വിജയന്റെ ജാതിയല്ല. അതുകൊണ്ട് ജാതി വിളിച്ചു എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞേ? തെങ്ങ് കയറുന്ന ജാതിയിൽപ്പെട്ടാണ് പിണറായി വിജയൻ. എനിക്കറിഞ്ഞുകൂടാ, സത്യം പറയാമല്ലോ. അതുകൊണ്ട് അത് നമുക്ക് പരിശോധിക്കാം. അതായത് ജാതിപരമായ ആക്ഷേപമാണോ? തെങ്ങ് കയറുന്നവൻ തലയെ കയറണ്ടെന്ന് പറയുന്ന ഒരു ഫ്രൈസാണ് സുഹൃത്തെ. അല്ല, അതായത് ജാതി അല്ല അങ്ങനെ. അതായത് കേറേണ്ടവനെ പിണറായി വിജയൻ എന്ന ഏതാണ്ട് അദ്ദേഹം വിദ്യാർത്ഥിയായ കാലം മുതൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തികളിലൂടെ, സമരങ്ങളിലൂടെ, അടിയന്തരാവസ്ഥയിൽ ചോര ഒലിപ്പിച്ച് MLA ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു. ചോര ഒലിപ്പിച്ച ആ ഷർട്ടുകളുമായി അദ്ദേഹം നിയമസഭയിൽ വന്നിട്ട് നടത്തിയ പ്രസംഗം ആന്റണി അടക്കമുള്ളവരെ പോലും കണ്ണീരണിയിപ്പിച്ചതാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ എന്തർത്ഥത്തിലാണ് തെങ്ങ് കയറേണ്ടവനെന്ന് ജന്മഭൂമിക്കാർക്ക് പറയാനാവുക? അത് പറയൂ ആദ്യം, അത് പറയൂ ആദ്യം ശ്രീകുമാർ. അങ്ങനെയാണെങ്കിൽ ആ കാർട്ടൂൺ പിൻവലിക്കണം, നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ പറയണം. അല്ലാതെ തെങ്ങ് കയറേണ്ടതിനെ പിടിച്ച് തലയിൽ കയറ്റി വെക്കരുത് എന്നുള്ള ഒരു ഫ്രേസ് അത് ഉപയോഗിച്ചു. അതൊരു കാർട്ടൂണിസ്റ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. നിങ്ങളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരല്ലേ DYFIക്കാരൊക്കെ? അത് അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റവന്റെ മൂക്കിനിട്ടിടിക്കലല്ല. എനിക്ക് താങ്കളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് വായല്ലാവുന്ന ആൾക്കാർ തന്നെ ഇത് ആവശ്യപ്പെടണം. അത് നമുക്ക് എങ്കിൽ പറയൂ, തെങ്ങു കയറേണ്ടവനെ എന്ന് ശ്രീ പിണറായി വിജയനെ വിളിച്ച താങ്കളുടെ പത്രം അത് രണ്ട് കാര്യം. എന്ന് വിളിച്ചത് പിണറായി വിജയൻ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? കാർട്ടൂണാണത്. കാർട്ടൂൺ തലേ കയറ്റെന്ന് പറഞ്ഞാൽ അത് ഫ്രൈസാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ തെങ്ങ് ഇത് അല്ലല്ലോ, തെങ്ങേറ്റല്ല പുള്ളിയുടെ ജോലി അല്ലല്ലോ. പിന്നെ പറഞ്ഞത് എന്ത് തെങ്ങ് കയറേണ്ടതെന്ന് പറഞ്ഞാൽ അയാളെ ജാതി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് തെങ്ങ് പിണറായി വിജയൻ ജോലി തെങ്ങ് കയറുന്നതല്ലോ. അതൊരു ഫ്രൈസായിട്ട് ഉപയോഗിച്ചു. അതിങ്ങനെ പിണറായി വിജയൻ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്? അല്ല, അന്നാ ഞാൻ എങ്ങനെയാണ് പിണറായി വിജയൻ തെങ്ങ് കയറ്റക്കാരൻ മോശക്കാരനാണെന്നുള്ളതും അതുകൊണ്ട് അതായത് BJPയുടെ DNA-യിലുള്ള വംശവെറി, അവർണ വിരോധം, ജാതീയ പുഷ്ക്, ഇതൊക്കെയും നിങ്ങളുടെ കാർട്ടൂണിലൂടെ പ്രതികരിച്ചു. എന്നിട്ടാണ് നിങ്ങൾ ഹൈന്ദവ ജനതയുടെ ആചാരത്തിലായി ഈ കാർട്ടൂൺ നിങ്ങൾ പിൻവലിക്കുമോ? പി.ശ്രീകുമാറിലേക്ക് പോകും. ഒന്ന് പിണറായി വിജയനെ, ഒന്ന് ജാതിയെ. അതെ, ഉപയോഗിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഇത് നമ്മുടെ കോൺഗ്രസ്സുകാരെ ശിഖണ്ഡി എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൈസ് ആയിരുന്നു. അത് ഇപ്പോഴത്തെ കാര്യത്തിൽ വാഴില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടായി. ഇത്തരം നിസാര കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന നിസ്സാരമാണോ? അതായത് ദൃക്സാക്ഷി എന്ന നിങ്ങളുടെ കാർട്ടൂണിൽ വനിതാ മതിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയെന്ന് കൊടുക്കുക ക്യാപ്ഷൻ. ഈ കാർട്ടൂണൊക്കെ നമ്മളൊക്കെ വർഷങ്ങളായി കാണുന്നതല്ലേ? അതിനുശേഷം പിണറായി വിജയന്റെ പടം കൊടുക്കുക, അതിനുശേഷം താഴെ കൊടുക്കുക തെങ്ങു കയറേണ്ടവനെ പിടിച്ച് തലയിൽ വെക്കുമ്പോൾ ആലോചിക്കണമെന്ന് പറയാൻ ജന്മഭൂമി ആരാണ് കേരളത്തിൽ? ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഓരോ ജോലിയായിട്ട് ബന്ധപ്പെട്ട പല ഫ്രേസുകളുണ്ട്. അതിലൊരു ഫ്രേസ് ഇവിടെ ഉപയോഗിച്ചു. അത് കാർട്ടൂണിസ്റ്റ് ഉപയോഗിച്ച ഒരു ഫ്രേസാണ്. ജന്മഭൂമിയിൽ വന്ന ഒരു കാർട്ടൂണിസ്റ്റ് എഴുതിയ ഒരു സാധനം. അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ. അന്ന് ഇത് പിണറായി വിജയനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജാതി വിളിക്കാനും മനൂവാദ സിദ്ധാന്തം അനുസരിച്ച് ജാതി വിളിക്കാനും കുലത്തൊഴിൽ ചെയ്യൂ എന്ന് കൽപ്പിക്കാനും ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ നിങ്ങളുടെ കാർട്ടൂണിസ്റ്റ്? ഇവിടെ ജാതിയോ കുലത്തൊഴിലോ അല്ല, ഇതൊരു ഫ്രേസാണ് സുഹൃത്തെ. നാട്ടിൻപുറത്ത് പറയുന്ന ഒരു വാക്ക് ഇതാണ്. തെങ്ങ് കയറേണ്ടവനെന്നോ? തെങ്ങ് കയറേണ്ടതെന്നല്ല. തെങ്ങ് കയറേണ്ടവനെ പിടിച്ച് തലയിരുത്തലെന്ന് പറയും, നാട്ടിൽ പറയാറുള്ള ഒരു ഇതാണ്. അത് ഇത്ര വലിയതാണെങ്കിൽ അത് അന്വേഷിച്ചിട്ട് DYFIക്കാർ പറഞ്ഞുകൊണ്ട് വേണേ ജന്മഭൂമി വേണേ പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ജനിച്ച ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ കുഴത്തൊലിന്റെ പേരിൽ ഒരു ആക്ഷേപം നിങ്ങൾ നടത്തുമോ?
ഇത് ആക്ഷേപമല്ലല്ലോ. എന്ത് കുലത്തൊഴിലാണോ ഇത്? ഈ പിണറായി വിജയന്റെ ജാതിയാണോ തെങ്ങ് കയറുന്ന ജാതിയാണോ? ഞങ്ങളുടെ നാട്ടിൽ തെങ്ങ് കയറുന്ന വേറെ ജാതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ പറയുന്നതിൽ പോലും നിങ്ങളിലുള്ള സാഡിസ്റ്റ് മനോഭാവം കയ്യിൽ വെച്ച് അതായത് കുലത്തൊഴിലിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന പഴയ ജാതീയ ചിന്തയുടെ മനോവാദ തുടർച്ചയാണ് നിങ്ങൾ ആ കാർട്ടൂണിൽ കണ്ടത്. നിങ്ങളുടെ ഈ സംഗതി ഇവിടുത്തെ സുഹൃത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സമയം കിട്ടും സംസാരിക്കും കേട്ടോ. കുറെ വാല അടിക്കും പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഈ വാദം എന്തിനു വേണ്ടത്? അവർണ സവർണ ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഈ ശബരിമല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ കാര്യം, ഇതേ ഇടയ്ക്കിടയ്ക്ക് കടാന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. ഒന്ന് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഏതോ ചർച്ചയിൽ JP ജനസംഘ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ വിദ്യൊന്നുമില്ല ഞാനത് പറയാം. JP ആരാണ്, ജനസംഘമാണെന്ന് എനിക്കറിയാം. പിന്നെ എന്താണ് ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ ഇപ്പോഴത്തെ ചർച്ച അതിനായിട്ട് ഒരു സങ്കേതത്തെ ചർച്ചയ്ക്ക് അല്ലല്ല 2 മിനിറ്റ് ഇരിക്കാൻ മതി. അതിന് മര്യാദയല്ലേ? അതിന് മര്യാദ പെട്ടെന്ന് താങ്കൾ പെട്ടെന്ന് അതിന് മര്യാദയാണല്ലോ. കാരണം ഇത് അതുകൊണ്ട് ഞാൻ പറയാം ഒരു കാര്യം. അടിയന്തരാവസ്ഥയുടെ സമരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ശബരിമല സമരം പോലെയാണ്. അന്ന് അടിയന്തരാവസ്ഥ ഇരിക്കാൻ ഫൈറ്റ് ചെയ്യാൻ ഇന്ന് ശബരിമല RSS എങ്ങനെയുണ്ടായിരുന്നു, കർമ്മസമിതി എങ്ങനെയായിരുന്നു, അതുപോലെയായിരുന്നു. അന്ന് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരുടെ നിലപാടായിരുന്നു. അന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശബരിമല ഇഷ്യൂൽ എങ്ങനെയാണോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാവും. അങ്ങനെ ശരി. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ കോൺഗ്രസ്സുകാർ ശബരിമല ഇഷ്യൂൽ എടുത്ത പോലെയായിരുന്നു. ശബരിമലക്കെതിരെ ശബരിമല സമരത്തിന് വിശ്വാസികൾക്ക് അനുകൂലമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തില്ല. അന്ന് അടിയന്തരാവസ്ഥക്കെതിരാന്ന് പറഞ്ഞു, ഒന്നും ചെയ്തില്ല. പിന്നെ JP യുടെ കാര്യം, എന്റെ സുഹൃത്തെ JP യുടെ നേതൃത്വത്തിലാണ് ഇന്ന് NSSന്റെ തൂമാരൻ നായർ എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു JP. ഒരിക്കൽ പോലും RSS വന്നില്ല. ഞാൻ ഓഡിയോ കട്ട് ചെയ്യും. നിങ്ങൾ ചർച്ചയെ വഴിമാറ്റാനുള്ള കുൽസിത നീക്കമാണ് ഇതാണ് സത്യം. ശ്രീകുമാർ ശ്രീകുമാറിനോട് ഞാൻ ഒരു കാര്യം പറയാം. അടിയന്തരാവസ്ഥക്കാലത്ത് മുഖർജി ഉണ്ടായിരുന്നു പറഞ്ഞു. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ വേണ്ട. അതെ എത്ര മിനിറ്റാണ് കളഞ്ഞതെന്ന് ഞാൻ പറയുമ്പോൾ മാത്രം ഇടപെടുന്നു. പറയുമ്പോൾ ആയിക്കോട്ടെ ഇങ്ങനെ കൈവക്കി കാണിക്കും. അത് ശരിയല്ല. വിഷയത്തെ വഴിമാറ്റാൻ സമയം കളഞ്ഞാൽ ആ സമയത്ത് കൂടി നിങ്ങളെ ഇരുത്തിയിട്ടേ ഞാൻ വിടും. അതായത് അടിയന്തരാവസ്ഥ അല്ല നമ്മുടെ വിഷയം. ഇദ്ദേഹം പറഞ്ഞപ്പോൾ പ്രതികരണത്തിനിടയിൽ പറഞ്ഞു പോയതാണ്. അത് മര്യാദയില്ല. ഞാൻ പറയാൻ മാത്രമേ അത് മര്യാദകേടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്തുണച്ചു അദ്ദേഹം തീർന്നില്ലേ? ശരിയല്ലല്ലോ. ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടകരമാണ് ഭൂരിപക്ഷ വർഗീയത. അതിന് ദേശീയതയുടെ പ്രച്ഛന്ന വേഷമുണ്ടെന്ന് പറഞ്ഞ ലോകനായകൻ ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റ് ആണ്. അത് അവിടെ അറിയാം. അടിയന്തരാവസ്ഥ 77 കഴിഞ്ഞതാണ്. അത് പോകട്ടെ. CPI-CPM തമ്മിലുള്ള പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് തന്നെ അതൊക്കെ പോകട്ടെ. അതൊക്കെ വേറെ ഒരു വിഷയമാണ്. അത് മറ്റൊരു വിഷയമാണ്. അത് അവിടെ ക്ലോസ് ചെയ്യൂ പ്ലീസ്. നമുക്ക് ജന്മഭൂമിയുടെ കാർട്ടൂണിലെത്താം. കോൺഗ്രസ് പ്രതി BRM ഷഫീർ, ഈ കാർട്ടൂൺ കാണിക്കൂ. ആ കാർട്ടൂൺ കാണുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായ പത്രം വായിക്കുന്ന ആളിന് എന്താണ് തോന്നുന്നത്? ഇത് ഏത് നേതാവാലും ഏത് നേതാവാകട്ടെ, സഖാവ് പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ, VS അച്യുതാനന്ദൻ ആയിക്കോട്ടെ, AK ആന്റണി ആയിക്കൊള്ളട്ടെ, അഞ്ജലോസ് ആയിക്കൊള്ളട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി ആവട്ടെ, ആരും ആവട്ടെ, ജനിച്ചു വീണ ജാതിയുടെ പേരിൽ നടത്തുന്ന ഏത് ആക്ഷേപങ്ങളെയും ചെറുക്കപ്പെടേണ്ടതാണ്. അതിനോടൊന്നും കോൺഗ്രസിന് യോജിപ്പില്ല. ബഹുമാനായ ശ്രീ സഖാവ് പിണറായി വിജയൻ ജനിച്ചു പോയ കുലത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലൊക്കെ എഴുതി വെച്ചാൽ അത് ഇങ്ങനെയൊന്നും ഒരു നാട്ടിൻപുറത്ത്, കേരളത്തിലെ നാട്ടിൻപുറത്തിലൊന്നും ഇങ്ങനെയൊന്നുമില്ല.
തെങ്ങ് കയറേണ്ടവനെ പിടിച്ച് മുകളിൽ വയ്ക്കാൻ എന്ന് പറയുന്ന സമീപനം എടുത്തിട്ടുള്ളത് വളരെ വില കുറഞ്ഞ, അത് നിങ്ങളുടെ BJPയുടെ അടുത്ത കാലത്തായിട്ടിരിക്കുന്ന അവരുടെ നിലവാരത്തിൻ്റെ പ്രശ്നം കൂടിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ഇത്തരം ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങളെ ഒരു കാലത്തും അംഗീകരിക്കുന്നില്ല. ഇത് വളരെ തെറ്റായിപ്പോയി. അത് ശ്രീ പാലോട് സന്തോഷ്, കുലത്തൊഴിൽ ചെയ്യൂ എന്ന കൽപ്പന മനുവാദത്തിന്റെ തുടർച്ചയല്ലേ? അതല്ലേ ജന്മഭൂമിയുടെ കാർട്ടൂണിൽ നാം കണ്ടത്? അങ്ങനെ വിലയിരുത്താമോ? തീർച്ചയായും. 3-4 നൂറ്റാണ്ടുകളിൽ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനത്തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാതീതം ബ്രാഹ്മണവും മമ ദൈവതം. അവസാനം വന്നിരിക്കുന്നു ബ്രാഹ്മണനാകുന്നു ദൈവം. അവിടെ ജാതിയെയും കീഴ്ജാതിയെയും താഴ്ന്ന ജാതിയെയും വിഭജിച്ച് അവർ അന്ന് മേലാളന്മാരായി പ്രവർത്തിച്ചതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ നാട്ടിൽ, ഷബീറിന്റെ നാട്ടിലില്ലേ തെങ്ങ് കയറ്റക്കാരൻ എന്ന് പറയുന്നത്? അവിടെ പ്രത്യേക ജാതിയൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ നിന്നും. അവിടെ ഒരുപാട് ജാതിയുണ്ട്. അതിൽ ജീവിക്കുന്നതിന് വേണ്ടി തൊഴിലെടുക്കുന്നവനെ കളിയാക്കരുത്. കാര്യം എന്താ പറയാ, ഇപ്പൊ തേങ്ങ വെട്ടുന്നവൻ എപ്പോ വരുന്നു എന്ന് കാഴ്ച വീട്ടുകാർ കാത്തിരിക്കണം. അവൻ കാറിലും ബൈക്കിലും ആ അവസ്ഥയിലുള്ള. അതുകൊണ്ട് ആക്ഷേപിക്കരുത്. ജാതിയുടെ പേരും മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നേരത്തെ അജിം ഷായും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ സൂചിപ്പിച്ചു. ഇങ്ങനെ ഇത്രയും വില കുറഞ്ഞ, മര്യാദയില്ലാത്ത, അല്ലെങ്കിൽ പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു ചില ധാർഷ്ട്യത്തിന്റെ ഭാഗമാണ്. ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് കരുതണം. അതുകൊണ്ട് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, DYFI അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാർട്ടൂൺ പിൻവലിച്ച് കേരള സമൂഹത്തിനോട് മാപ്പ് പറയുവാൻ ജന്മഭൂമി പത്രം തയ്യാറാകണം. ഇല്ല എങ്കിൽ ഇതൊന്നും വെറുതെ, ഇപ്പൊ ഞാൻ ചോദിട്ടെ, കോൺഗ്രസ്സുകാർ അഭിപ്രായം പറഞ്ഞല്ലോ, ഷബീർ അഭിപ്രായം പറഞ്ഞല്ലോ, ആരെങ്കിലും അംഗീകരിക്കോ? ഇപ്പൊ നാളെ നരേന്ദ്രമോദി ഏത് ജാതി എന്നാ വന്നത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? ആരെല്ലാം ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഒരു സമയത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ, ദളിതുകൾ അവന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിൽ 7.5% വരുന്ന ദുജന്മാർ, ആ സമുദായത്തിന്റെ താല്പര്യ സംരക്ഷകരായി ഇന്ത്യയെ നയിക്കുന്നതാണ് സംഘപരിവാറിന്റെ അജണ്ട. ലോക സാമ്പത്തിക മൂലധന ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്തണമെന്നുള്ള ഏജന്റാണ് സംഘപരിവാർ ഗവൺമെന്റ്. ഈ കേരളത്തിലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് കേരളമാണ്. കേരളം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ എല്ലാ ജാതി മത വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഏത് ഇടതു മുന്നണി ജാതീയമായി മാറ്റി നിർത്തിയോ, ഏതെങ്കിലും ഭാഗത്ത് UDF നിർത്തിയോ? ജാതിയും മതവും ഉപയോഗിക്കേണ്ട ആവശ്യകത ഇന്ത്യയിലെ BJPക്ക് സംഘപരിവാറിനുമാണ്. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ സുഹൃത്തെ, നിങ്ങൾ ഒരു ചർച്ചയിൽ പറഞ്ഞുള്ള 2-3 ഞങ്ങൾ സമ്മതിച്ചു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വിശ്വാസനയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും നിങ്ങളുടെ അകന്ത എന്തായിരുന്നു? ഇന്ത്യയിൽ ഞങ്ങൾ ഇത്ര സംസ്ഥാനം ഭരിക്കുന്നു, 31% മാത്രം വോട്ട് കിട്ടി പാർലമെന്റിൽ അധികാരത്തിരിക്കുന്ന BJPക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം പൂർണ്ണമായി പരാജയം. എന്തുകൊണ്ട്? ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് സംഘപരിവാറിനെതിരെ വ്യക്തമായ നിലപാടുമായി ഇന്ത്യയിലെ ജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ശ്രീകുമാർ, ചെത്തു തൊഴിൽ ചെയ്യുന്നവർ ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ പാടില്ല. അല്ലെങ്കിൽ ചെത്തു തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചെത്തു തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആൾ എത്തിയാൽ അയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ല എന്ന മനോവാദമാണോ ഇപ്പോഴും ജന്മഭൂമിയും BJPയും പിന്തുടരുന്നത്? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ട് ഈ കാർട്ടൂൺ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല? ഈ സന്തോഷ് തന്നെ ഉത്തരം പറഞ്ഞു. സന്തോഷിന്റെ ഷബീറിന്റെ ഒക്കെ നാട്ടില് തേങ്ങ കയറുന്നവരിൽ ഇന്ന ജാതി എല്ലാ ജാതിക്കാരും കയറുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? അല്ല, തെങ്ങേറ്റക്കാരന്റെ ജോലി, തെങ്ങേറ്റക്കാരന്റെ ജാതിയല്ല പിണറായി വിജയൻ. ഇവര് തന്നെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ എല്ലാ ജാതിക്കാരും. ഞാൻ ചോദിച്ച ചോദ്യം പിണറായി വിജയന്റെ പിതാവ് തൊഴിൽ ചെയ്തിരുന്നത് ചെത്തു തൊഴിലാണ് എങ്കിൽ പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ല എന്ന വംശനിന്ദയാണോ നിങ്ങളുടെ ജന്മഭൂമി പിന്തുടരുന്നത്? വംശനിന്ദയാണോ നിങ്ങളുടെ ജന്മഭൂമി പിന്തുടരുന്നത്? ഞാനിത് പറഞ്ഞത് പിണറായി വിജയനെ വംശീയമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ജന്മഭൂമിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. അതല്ലാതെ വേറെ കാര്യം. ഞാൻ പറഞ്ഞു ഇത് പിണറായി വിജയനെ ആക്ഷേപിക്കാൻ
Correct. അത് ഞാൻ തർക്കമൊന്നുമില്ല. Breaking നൽകൂ. വംശീയമായ Breaking പിണറായി നൽകൂ. വിജയനെയല്ല ആരെ ആക്ഷേപിക്കാൻ ജന്മഭൂമിക്കല്ല കേരളത്തിലെ ആർക്കും അധികാരമില്ല. അത് മര്യാദയുള്ള സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഈ ഇവിടെ ഞാൻ ആവശ്യം പറഞ്ഞത് പിൻവലിക്കുമോ? തെങ്ങ് കയറുന്നവർ അതായത് എങ്ങനെയാണ് പിണറായി വിജയൻ ആകുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പൊ സന്തോഷം പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ നാട്ടിൽ എല്ലാ ജാതിക്കാരും തെങ്ങ് കയറുന്നവരുണ്ട്. അല്ലല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലല്ല ചർച്ചയെ വഴിമാറ്റാനുള്ള ഒരു കുൽസിത നീക്കത്തെയും ഞാൻ ചെവി കൊടുക്കില്ല. ശ്രീകുമാറെ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞു ജാതീയമായ ആക്ഷേപം പിണറായി വിജയനെതിരെ നടത്തിയിട്ടുണ്ട് എങ്കിൽ കുലത്തൊഴിലിന്റെ പേരിൽ ഉള്ള ആക്ഷേപം, പഴയ കുലത്തൊഴിലിന്റെ പേരിലുള്ള ആക്ഷേപം ജന്മഭൂമി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് പറയേണ്ടതാണ് എന്ന് ശ്രീകുമാർ തന്നെ പറഞ്ഞല്ലോ. ജാതീയമായ ആക്ഷേപം ആർക്കെതിരെ നടത്തിയാലും നടത്തുന്ന ഒരു മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് എന്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ മാപ്പ് പറയാ മാത്രമല്ല, അങ്ങനെ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാനും വേണ്ട നടപടി സ്വീകരിക്കാനുള്ള സംവിധാനവും നിയമവും ഈ നാട്ടിലുണ്ട്. അങ്ങനെ ആർക്കും നടത്താനൊക്കത്തില്ല. ആരെയും ജാതീയമായോ വംശീയമായോ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ പറ്റില്ല. അങ്ങനെയാണ് വംശീയമാണ് ജാതീയമാണ് ബോധ്യപ്പെടണം. പറ്റുള്ളൂ. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് പിണറായി വിജയനെതിരെ വംശീയമായ കാര്യമുണ്ട്. ഇന്ന് ജന്മഭൂമിക്ക് നടപടി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെത്തു തൊഴിൽ ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും പിണറായി വിജയനെ ജാതീയമായി ആക്ഷേപിക്കുകയും ചെയ്ത ഈ കാർട്ടൂൺ പിൻവലിച്ച് ജന്മഭൂമി മാപ്പ് പറയണമെന്ന ഡിവൈഎഫ്ഐയുടെ വാദത്തോട് താങ്കൾ യോജിക്കുന്നു? അല്ല, ഡിവൈഎഫ്ഐയുടെ വാദം എന്താണ്? ചെത്തു തൊഴിലാളിയെ കുറിച്ച് അവിടെ പറയുന്നില്ലല്ലോ. പിണറായി വിജയൻ ജാതിയെ കുറിച്ച് പറയുന്നുണ്ടോ? പിന്നെ എന്താണ് ഡിവൈഎഫ്ഐ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ചെത്തു തൊഴിലാളി കുറിച്ച് അവിടെ പറയുന്നില്ല. പിണറായി വിജയന്റെ ജാതിയെ കുറിച്ച് പറയുന്നില്ല. ഇത് പിണറായി വിജയന്റെ ജാതിയെ കുറിച്ചാണ് ആരാ വ്യാഖ്യാനിക്കുന്നത്? ഈ ഡിവൈഎഫ്ഐക്ക് പിണറായി വിജയനെ ഉപമിക്കാനുള്ള നിങ്ങളുടെ നിദാനം എന്ത്? അല്ല, നിങ്ങളുടെ നിദാനം എന്ത്? തെങ്ങുകയറ്റക്കാരനെന്ന് നിങ്ങളുടെ കാർട്ടൂണിസ്റ്റ് ഈ പിണറായി വിജയനെ ഉപമിക്കാനുള്ള ഉപമ എന്ത്? എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിവൈഎഫ്ഐക്ക് ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഏതായാലും ഡിവൈഎഫ്ഐ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജന്മഭൂമി ശ്രീ ചിത്തരഞ്ജനിലേക്ക് എത്തേണ്ടതുണ്ട് അടിയന്തരമായി. തീർച്ചയായും. അതായത് ഇതിനകത്ത് വരുന്ന ഈ ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വാദമാണ്. ശ്രീകുമാർ, താങ്കൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന്. അതിനുശേഷം പറഞ്ഞത് വല്ല കാർട്ടൂണിസ്റ്റും ചെയ്യുന്നതിന് ജന്മഭൂമി എങ്ങനെ ഉത്തരം പറയുമെന്ന്. മൂന്നാമത് എല്ലാ അർത്ഥത്തിലും പൂട്ടുവീണപ്പോൾ നിങ്ങൾ പറഞ്ഞു അതിൽ ജാതീയമായ വാക്യങ്ങളുണ്ട് എങ്കിൽ അത് പിൻവലിക്കേണ്ടതാണ്, അത് ജന്മഭൂമി അടക്കം ആര് ചെയ്താലും തെറ്റാണെന്ന് പറഞ്ഞു. അവർക്കെതിരെ കേസും എടുക്കണമെന്ന് പറയുന്നു. പക്ഷേ ഡിവൈഎഫ്ഐ ഉന്നയിച്ച ആ ആവശ്യത്തോട് താങ്കൾ ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കും? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയല്ലേ? ഞാൻ പറഞ്ഞത് ഇത് കാർട്ടൂണിസ്റ്റ് വരച്ചതാണ്. ആ കാർട്ടൂണിസ്റ്റുകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് വരച്ചതാണ്. ശ്രീ ചിത്തരഞ്ജൻ താങ്കൾ ലൈനിലുണ്ടോ? അല്ല, നിങ്ങൾ എന്നെ രാവിലെ പിന്നെ തുടക്കത്തിൽ വിളിച്ചു ഇരുത്തിയിട്ട് 3/4 മണിക്കൂർ. അല്ലല്ല, അത് സന്ദർഭവശാലുണ്ടായ ചില തർക്കങ്ങൾ നീണ്ടുപോയതാണ്. താങ്കളോട് ക്ഷമ ചോദിക്കുന്നത്. ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് നാം ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ജന്മഭൂമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാർട്ടൂൺ എത്തി. ആ കാർട്ടൂണിൽ പിണറായി വിജയന്റെ പടവും പിണറായി വിജയനെ സംബന്ധിച്ച വാർത്തയും നൽകിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പ് തെങ്ങു കയറേണ്ടവനെ പിടിച്ച് തലയിൽ കയറ്റിയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. അതായത് ജാതീയമായി ആക്ഷേപിക്കുന്നു, വംശീയമായി ആക്ഷേപിക്കുന്നു, ഈ ചെത്തു തൊഴിൽ ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നു, മുഖ്യമന്ത്രിയെ ജാതീയമായി ആക്ഷേപിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്പർദ്ധ അതിലുണ്ട്, ഒരുപാട് വംശീയ നിന്ദ അതിലുണ്ട്. അങ്ങനെയുള്ള ജന്മഭൂമി മാപ്പ് പറയണമെന്ന് ഇപ്പോൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരിക്കുന്നു. ശ്രീ ചിത്തരഞ്ജൻ. ശ്രീകുമാർ അദ്ദേഹം വല്ലാതെ ഈ സംഭവത്തെ ന്യായീകരിക്കണമെന്ന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പിതാവ് ഒരു ചെത്തുതൊഴിലാളിയായിരുന്നെന്നും ഒരു ചെത്തുതൊഴിലാളിയായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായി വളർന്ന് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു സുപ്രഭാതത്തിലല്ല. പിണറായി വിജയന്റെ ത്യാഗപൂർണമായ ജീവിതം അത് സഹനത്തിന്റെയും സമരത്തിന്റെയും അതിജീവനത്തിന്റെയും എല്ലാമായിരുന്നു. അത് കേരളത്തിലെ തൊഴിലാളികൾ അഭിമാനത്തോടുകൂടെ നോക്കിക്കാണുന്നതാണ്. പിണറായി വിജയനെ ഈ അധിക്ഷേപത്തിലൂടെ
സംഘപരിവാർ കൂടുതൽ ഒറ്റപ്പെടുത്തു മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ ഒരു സാധാരണ ചെത്തുതൊഴിലാളിയുടെ ആ മകന് ഇവിടെ ഇന്ന ഉന്നത സ്ഥാനത്ത് വരെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം, ഈ കേരളീയരായിട്ടുള്ള എല്ലാവർക്കും അഭിമാനം പകരുന്നതാണ്. പിന്നെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിന്റെ അപ്പുറത്തും പറയും. സമതല തെറ്റിയതുപോലെയാണ് ആ പത്രവും അതിന്റെ നേതാക്കന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജന്മഭൂമിയിൽ വന്ന ഒരു 3 മാസക്കാലത്തെ കട്ടിങ്ങുകളെല്ലാം കുറെ അധികം ഞാനൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ടിങ്ങുകൾ വായിക്കുമ്പോൾ തന്നെ ആ പത്രത്തിന്റെ നിലവാരവും പരസ്പര വിരുദ്ധമായി പറയുന്നതും അതോടൊപ്പം തന്നെ ജാതി വികാരവും മതവികാരവും ആടിക്കത്തിക്കുന്നതിന് വേണ്ടിയും വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയും ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുന്ന അവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ജന്മഭൂമി എത്രയും വേഗതയിൽ ഈ ജാതീയമായി അധിക്ഷേപിച്ചിട്ടുള്ളവരുടെ കാർട്ടൂൺ പിൻവലിച്ചുകൊണ്ട് മര്യാദ പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായാണ് ചെയ്യേണ്ടത്. സാമാന്യ ജനാധിപത്യ മര്യാദയുണ്ടല്ലോ, അത് ഈ കേരളം അവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം അതൊരു ഫാസിസ്റ്റ് രീതിയിലുള്ള പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താൻ വന്നവർ തിരിച്ച് വീട്ടിൽ ചെന്നാൽ വീട് തല്ലിപ്പൊളിക്കുക, അവർ നാട്ടിൽ ചെന്നാൽ നാട്ടിൽ അവർ നടത്താൻ അനുവദിക്കാതിരിക്കുക, എല്ലാ സ്ഥലത്തും ഏതു തരത്തിലുള്ള കാലത്തിലും കാണിക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് നിലയിലും, അതായത് ശ്രീ പി ചിത്തരഞ്ജൻ ഒരു കാര്യം, അതായത് ഭയ്യാജി ജോഷിയുടെയോ സഞ്ജയന്റെയോ ഒക്കെ ലേഖനങ്ങൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന തരത്തിൽ ജന്മഭൂമി നടത്തിയിട്ടുണ്ടാകാം, അതിനുശേഷം വീണ്ടും മലക്കം മറിഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ അവരുടെ രാഷ്ട്രീയ വിശ്വാസ്യതയുടെ പ്രശ്നം, അതങ്ങനെ നിൽക്കട്ടെ, അങ്ങനെ തള്ളിക്കളയട്ടെ, ജനം തള്ളിക്കളഞ്ഞോളാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളതല്ല. ഇവിടെ ഒരു ഒഫൻസാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. ഈ കാർട്ടൂൺ യഥാർത്ഥത്തിൽ ജാതി നിന്നയുണ്ട്, ഈ ചെത്ത് തൊഴിൽ ചെയ്യുന്നവരെ നിന്ദിക്കുന്നു, മുഖ്യമന്ത്രിയെ ജാതീയമായി നിന്ദിക്കുന്നു. അപകടകരം. അല്ല, ജന്മഭൂമി ഏത് കാലഘട്ടത്തിലും ജന്മഭൂമി പത്രം അല്ലെങ്കിൽ RSS സംഘപരിവാർ നിലനിൽക്കുന്നത് ഈ മനുവാദവുമായി ബന്ധപ്പെട്ടല്ലേ? മനുവാദത്തിന്റെ വക്താക്കളല്ലേ? മനുവാദത്തിന്റെ വക്താക്കളായിട്ടുള്ളവർ ജാതീയമായി ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? സവർണ മേധാവിത്വമല്ലേ അവരുടെ മനസ്സിലുള്ളത്. ആ സവർണ മേധാവിത്വം, ഈ നാട്ടിൽ നിലനിന്നിരുന്ന സവർണ മേധാവിത്വം തകർന്നില്ലേ? ആ തകർച്ചയിൽ പിണറായി വിജയന്റെ സംസ്ഥാനത്തിനും പിണറായി വിജയന് ഒരു വലിയ പങ്കില്ലേ? കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ആ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന നിലയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് വനിതകളെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു വലിയ വനിതാ മതിൽ ഇവിടെ പറയുന്നത് കേട്ടു. വനിതാ മതിൽ പൊളിയാൻ പോകുന്നതിന്റെ ആശങ്ക. ആര് പൊളിയാൻ പോകുന്നു? ഞാൻ ശ്രീകുമാറിനെ വെല്ലുവിളിക്കുകയാണ് കാണാൻ വേണ്ടി. ഈ കേരളത്തിൽ 30 ലക്ഷമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചെങ്കിലും 50 ലക്ഷം വനിതകൾ പങ്കെടുക്കാൻ പോകുന്ന മഹത്തായ വനിതാ മതിലാണ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ ജന്മഭൂമിയെ പോലുള്ള ഒരു പത്രം വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ മാറി പറഞ്ഞത് എന്നതിനേക്കാൾ ഇവിടെ ഞാൻ ഗൗരവമായി തന്നെ കാണുകയാണ്. ജാതി പറഞ്ഞും അതുപോലെ തന്നെ ഒരാളെ വ്യക്തിഹത്യ നടത്തിയും ആ സമുദായത്തിന്റെ പേര് പറഞ്ഞും കുലത്തൊഴിൽ പറഞ്ഞും അധിക്ഷേപിച്ചുകൊണ്ട് ഈ കേരള സമൂഹത്തിൽ ആ പ്രസ്ഥാനം ശക്തിപ്പെടാനല്ല പോകുന്നത്, കേരളത്തിൽ കൂടുതൽ ഒറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ശ്രീ ചിത്തൻ, ഞാൻ സമയം അവസാനിക്കുന്നത് കൊണ്ട് BJP പത്രം കാർട്ടൂൺ പിൻവലിക്കുമോ? ജാതി വിളി ഭൂഷണമോ? കുലത്തൊഴിൽ ചെയ്യൂ എന്ന കൽപ്പന മനുവാദമല്ലേ? അതല്ലേ ജന്മഭൂമി പിന്തുടർന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ. അത് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് അവസാനിപ്പിക്കുന്നത്. സമരങ്ങളിലൂടെയും രക്തം വീണ പോരാട്ടങ്ങളിലൂടെയുമാണ് സംശുദ്ധിയുടെ രാഷ്ട്രീയം പിണറായി വിജയൻ രൂപപ്പെടുത്തിയത് എന്നത് ആർക്കും എതിർക്കാനാകാത്ത വസ്തുതയാണ്. വിയോജിപ്പുള്ളവർക്ക് എതിർക്കാം. അദ്ദേഹം പഠിച്ചും സമരം ചെയ്തുമാണ് നേരത്തേത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരിക്കലും അദ്ദേഹം തിരുത്തലുകളോ കള്ളത്തരങ്ങളോ കാട്ടിയിട്ടില്ല. അങ്ങ് കേന്ദ്രത്തിൽ ദളിതനോടുള്ള അവജ്ഞ, അവർണനോടുള്ള അവജ്ഞ, അത് തന്നെയാണ് ഇന്ന് പിണറായി വിജയനെ ജാതീയമായി നിന്ദിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച ജന്മഭൂമിയുടെ കാർട്ടൂൺ വെളിവാക്കുന്നത്. ആ കാർട്ടൂൺ പിൻവലിക്കണമെന്ന് ജനാധിപത്യ കേരളത്തെ പ്രതിനിധീകരിച്ച് പറയേണ്ടതാണ് ഓരോ പൗരനും. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.